എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി എവിടെയാണുള്ളത്? വെട്ടിത്തുരുത്തിലാണുള്ളത്. യെസ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തിൽ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ്. ഗൈസ് നോക്കൂ, ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളിവിടെ കുറേ കാലം നിന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, അതായത് വളരെ 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 ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ഗൈസ് നോക്കൂ, ഇവിടെ പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് കായലാണ്. അതെ, അല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ലോകത്ത് നമ്മുടെ ആലപ്പുഴ, ചങ്ങനാശ്ശേരി ഈ സ്ഥലങ്ങളിൽ മാത്രമുള്ള പ്രത്യേകത പറയാം. ഒരു സൈഡ് ഫുള്ള് കണ്ടം, മറ്റൊരു സൈഡിൽ കായൽ. ഗൈസ് നോക്കൂ, പിന്നെ മറ്റേ സാധനം കള്ള്. ഇവിടുത്തെ കള്ളാണ് ടോപ്പ് കള്ള്, ടോടി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ടോടിയല്ലേ? അതെ അതെ. ഗൈസ് നോക്കൂ, ഫൈനലി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അതായത് ട്രഡീഷണലായിട്ട് ഫൈബർ വള്ളത്തിൽ നമ്മൾ ഈ കായലിലെ കൊച്ചു കൊച്ചു മീനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഫിഷിംഗ് വീഡിയോ ആണ്. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പവനായിട്ടാണ് തിരിച്ചു വന്നത്. കാരണം പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് മറ്റേ റോഡുള്ള സാധനം. അല്ല, അത് നമ്മൾ വീശിയിട്ട് വെറുതെ പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചൂണ്ടിട്ടിട്ട് ഒരു മീനെ പോലെ ഞാൻ കേട്ടിട്ടില്ല. യെസ്, അതിന് മുമ്പ് ഞാൻ പറയാനുള്ളത്, ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഒരു അച്ഛൻ്റെ അടുത്ത് ഞാൻ കടലിൽ മീൻ പിടിക്കാൻ പോയിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കിടന്നാ വന്നത്, നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. എനിക്ക് കടലിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അത് എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കടലിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേലിയേറ്റം വലിയ മറ്റേ സാധനം ഇങ്ങനെ പോക്കാം. അന്നപ്പോ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അങ്ങനെ ആടി ഒലഞ്ഞിട്ട് തലയ്ക്ക് മറ്റേ പ്രശ്നമുള്ളവർക്കൊക്കെ പ്രാന്തൊക്കെ ആയിട്ട്. അതായത് നമ്മളങ്ങനെ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം. ഫൈബർ വെള്ളത്തിൽ ട്രഡീഷണൽ മീൻ പിടുത്തം. അപ്പം എന്ത് കിട്ടും, എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. ചെറിയ മീനെ കിട്ടും, അതായത് വലിയ മീനെ കിട്ടുന്ന പുലർച്ചെ. ഇന്നലെ രാത്രിയിൽ ഇതേ ആ കാണുന്ന, രാത്രിയല്ല സൺസെറ്റ്, ആ കാണുന്ന അവിടെ ഒരു സൂര്യൻ ഇറങ്ങിയ കാഴ്ച കിഡിലിനായിരുന്നു. ഞങ്ങൾ സൂപ്പറായിട്ട് വീഡിയോ എടുത്താണ്. പക്ഷേ പറ്റിച്ചു കളഞ്ഞു. കുഴപ്പമില്ല, ഇന്ന് ഫെനീസറാണ് കയറ്റിയിരിക്കുന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് പരിപാടി തുടങ്ങാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരം വരെ ഘോര പ്രസംഗിക്കുന്നത്? 10:30 ഒരു ബോട്ട് പോകുന്നുണ്ട്. ആ ബോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാൻ ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ മുങ്ങി താഴെ കിടക്കും. അപ്പൊ ഇവന് നീന്തലൊന്നും അറിയത്തില്ല. എനിക്ക് നീന്തൽ അറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. ലോകത്തിലെ തന്നെ സീ ലെവലില് ഏറ്റവും താഴെ കിടക്കുന്നില്ല, സീ ലെവലിലും താന്ന് കിടക്കുന്ന ലോകത്തിലെ പ്ലെയിൻ സ്ഥലത്തില് ഏക സ്ഥലമാണ് ആലപ്പുഴ. യെസ് ഗൈസ്, പക്ഷെ നമ്മളിപ്പോൾ കോട്ടയം. എന്നാലും നിങ്ങളല്ലേ ഞങ്ങളോട് ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാഷ ഇങ്ങനെയെന്ന്? നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അതെ, ഞങ്ങൾ കോട്ടയംകാരാണ്, ഞങ്ങൾ കുടിയേറിയവരാണ്, അല്ലേ? കുടിയേറ്റ ജനതയാണ്. ഗൈസ് നോക്കൂ, അപ്പോൾ ഫൈനലി നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാട്ടോ. ഈ കാണുന്ന ഈ പാടമില്ലേ, ഇതിലൊരു 10 ഏക്കർ പാപ്പൻ്റെ പാടമുണ്ട്. പുള്ളി റെൻറ്റിനെടുത്ത് പിന്നെ ഇത് കൃഷി ഇറക്കുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ, ഇത് കണ്ടോ, ഇത് ഗൈസ് നോക്കൂ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വളം തെളിക്കാനും വളം ഇടാനും അതിനും ഇതിനൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തും ബംഗാളിമാർ വന്നു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതകരമായ ഒരു കാര്യം. നോക്കുന്ന നേരത്ത് ബംഗാളികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ പോകുന്ന പോലെ. ഗൈസ് നോക്കൂ, വള്ളം വരെ ഇപ്പോൾ ബംഗാളികളാണ്. ഇന്തോനേഷ്യ വല്ലതും ആയിരുന്നേലേ ഇവിടെ ഇപ്പം ടൂറിസ്റ്റുകളെ കൂടെ ഇരുന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂലായിരുന്നു. ഇതേപോലെ ആട്ടോ, അപ്പം നമ്മളും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. അതായത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഇച്ചിരി വലിയ വെള്ളമാണല്ലോടാ. എനിക്ക് തോന്നുന്നു വളം കൊണ്ടുവരാൻ വേണ്ടി ഗൈസ്, അതെന്തോ എനിക്ക് തോന്നുന്നത് വളം തന്നെ കൃഷിപ്പാടത്തിലേക്ക് വളവോ എന്തോ സംഭവം വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി. അല്ല, ബംഗാളിയാട്ടോ, അത് ബംഗാളിയാ. ഗൈസ് നോക്കൂ, അതും തുഴയുന്നത് ബംഗാളിയാണ് ഗൈസ്. അതായത് ഒരു 10:30 ഒരു ബോട്ട്, ഇപ്പോൾ അതിലെ ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു ബോട്ട് വരും. ആ ബോട്ട് വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പണിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല കിടക്കും. വലയല്ല, നമ്മൾ ആ വലിയ ഓളത്തിൽ കിടന്ന്, നമ്മുടെ അത്ര വലിയ വെള്ളമല്ലല്ലോ പണി. തിരിച്ചു പോകുമ്പോൾ 11:30 ആവില്ല അല്ലേ? ആസാം, वेस्ट बंगाल, वेस्ट बंगाल का आदमी है. अच्छा गाइस നോക്കൂ, വെസ്റ്റ് ബംഗാളുകാരനാട്ടോ. അവന്മാർക്ക് അവിടെ सीधा बोले. आपका नाम क्या है? अच्छा, इधर कितना साल काम करेगा? कम से कम 10 साल से. इधर से ये ചങ്ങനാശ്ശേരി में खेती का काम करता है. എൻ്റെ ദൈവമേ, അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് 10 വർഷമായിട്ട് പിന്നെ खेती का काम करियो കേട്ടോ. मेरे का मालूम नहीं, तुम्हारे का अच्छा का मालूम. हाँ, मेरे का मालूम नहीं, और आदमी का अच्छा का मालूम है. ബൈ ബൈ. ഗൈസ് നോക്കൂ, 10 വർഷമായിട്ട് ഇവിടെ खेती का काम ചെയ്യുന്ന ആളാട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. 10 വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അറിയോ, ഒരു കേസ് പറയട്ടെ, പാപ്പനും ഉണ്ട് ഇതേപോലെ ഒരു പണിക്കാരൻ കേട്ടോ. 1100 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. അല്ലേ പാപ്പ? 1000. ഇതാണ് ഞങ്ങളുടെ പാപ്പൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്താം. പാപ്പൻ്റെ അതിന് 1100 കാപ്പിയും ഭക്ഷണവും കൊടുക്കണം. പാപ്പനും ഉണ്ടെന്ന്. അത് നമ്മുടെ പണിക്കാരനാണോ പോയത്? അല്ലല്ലോ, നമ്മുടെ ഇന്ത്യ. ഓരോ ദിവസം നമ്മൾ വിളിക്കുന്നതനുസരിച്ച് വരുന്നത്. 10 വർഷമായിട്ടൊക്കെ ഒരു പണിയുന്നവരുണ്ട്.
ഓ 10 കൂടുതലൊക്കെ പണിയുന്നവരുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആ ബോട്ട് വരാൻ വേണ്ടി. ഇപ്പം വരും. വേറെ കാര്യമുണ്ട്, ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ ഇതേപോലത്തെ സംഭവങ്ങളുണ്ട്. ഉണ്ട്. കായലുണ്ടോ? കായലുണ്ട്. കായലുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ഇതുപോലത്തെ പരിപാടികളുണ്ട്. കുറവാ. ഇവരുടെ കൃഷി എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിയാണ് ഇവരുടെ കൃഷിയാണെന്നല്ലേ? ആണോ? ആ അല്ല, ഇവർക്ക് എങ്ങനെ? ഇവർ വലിച്ചു വരി പണിയാണോ അല്ല വൃത്തിയുണ്ടോ? ആണോ? 1100 ഉണ്ടല്ലേ? ഇപ്പം ബംഗാളികളാ. ഗൈസ് എല്ലാം മാറി. പണ്ട് കാലത്ത് പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു കേട്ടോ, അല്ലേ? പണ്ട് ആ ഇപ്പം ബംഗാളികൾ വരെ കിട്ടണം. അപ്പൊ കൊയ്ത്തിനും പറിക്കൊക്കെ ഇവരെ വരുന്നത്. ഇവിടെ നമ്മളിവിടെ മെഷീൻ ഇറക്കുന്നുണ്ടോ? ഓ ആണോ? കൈകൊണ്ട് അതിനെത്ര മണിക്കൂർ? അതിന് എത്ര മെഷീൻ? 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കും. എത്ര? 1 മണിക്കൂർ എത്ര? 2000 രൂപ. ഓ ഭാഗ്യം. അപ്പം പെണ്ണുങ്ങളാണോ ഇതാണോ ലാഭം? മെഷീനാണോ മെഷീൻ ലാഭം? മിഷൻ പറയുമ്പോഴത്തേന് 2-3 ദിവസം കൊണ്ട് കൊയ്ത്തും കഴിഞ്ഞ് വെല്ലും നെല്ലും കയറിപ്പോയി. മറ്റേന്ന് പറയുമ്പോൾ 30 ദിവസമൊക്കെ എടുക്കും, 1 മാസമൊക്കെ എടുക്കും. കൊയ്ത് കരക്ക് കയറി കാലക്ക് വേണ്ടിയിട്ട് കാലിന് ചവിട്ടി മേടിച്ച് കിട്ടാൻ വേണ്ടി. മറ്റേ മെഷീൻ ആകുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അപ്പം തന്നെ ചാക്കിലേക്ക് നമുക്ക് എല്ലാ സാധനവും എടുത്ത് തരും. മെതിച്ച് പതിര് പിടിച്ച് കിട്ടും. നമ്മൾ ഉണക്കിയാൽ മതി അല്ലേ? ഉണക്കണ്ട. ഇത് പാപ്പനിട്ടാണോ പാപ്പ? ഇത് പാപ്പനിട്ടാണോ ഇത്? എന്നത്തിന് വേണ്ടിയിട്ടാ? ഇത് പയറാണോ? ആ ഇത് പയർ കൃഷിക്ക് വേണ്ടി ഇട്ടാട്ടോ ഈ കാണുന്നത്. ആയി വരുന്നതേ ഉള്ളൂ. പയറായി വരുന്നേ ഉള്ളൂ കേട്ടോ. പയറായി വരണം. എല്ലാം താഴെ സാധനങ്ങൾ ഇട്ടുണ്ട്. ഇവിടെ പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്. ഇവർ പണ്ട് പോലെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാ പയറുമൂട് കിടക്കുന്നു. ഇത് ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കയറ്റി വിടും കേട്ടോ. അങ്ങനെ പരിപാടി. ഇതെല്ലാം പയറാ ഗൈസ്. ഇനി ഈ ജനറേഷനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ വേറെ ആൾക്കാർ കൃഷി ചെയ്യുന്നില്ല. പുതുതലമുറയിൽപ്പെട്ട പിള്ളേർ ആരും ഇല്ലല്ലോ. കൃഷി പുതിയ ആൾക്കാർ ചെയ്യുന്നില്ലല്ലോ. ആരും ഇല്ല കേട്ടോ. പുതുതലമുറയിൽപ്പെട്ട ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ മര്യാദയ്ക്ക് ബൾക്കായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പൈസ നോർത്ത് ഇന്ത്യക്കാരെ പോലെ ഉണ്ടാക്കാം, അല്ലടാ ജീവനെ? പക്ഷേ നോർത്ത് ഇന്ത്യ പോലെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല. അവിടെ 400 രൂപ ലേബർ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല 1200 രൂപ ലേബർ ഉള്ളൂ. ഈ പറഞ്ഞ ബംഗാളിക്ക് ഇല്ലേ പാപ്പാ? 350 രൂപ 300 രൂപയ്ക്ക് അവിടെ പണിയുന്നത്. ആ പുള്ളിക്ക് ഇവിടെ 1500 രൂപ കിട്ടിയില്ലേ? ശരിയാട്ടോ. ഇവിടെ ലേബർ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ലാഭമല്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ട് ചെല്ലുവാണെങ്കിൽ 100 ഏക്കറൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലാഭമാണ്. അതെ, അത് കറക്റ്റ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പാടം എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തോട്ട് വേണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം കേട്ടോ. ഇതേപോലെ അങ്ങോട്ട് കിടപ്പുണ്ട്. പാപ്പൻ പറഞ്ഞ ഒരേക്കറിന് വളം ചെയ്യണ എത്ര വരും ഏകദേശം? വളം ചെയ്യണത് എത്ര വരും നെല്ലിന്? ഒരു ഒറ്റ പ്രാവശ്യം ഒരു കോട്ട് എന്നു പറയുന്നത് എത്ര മാസത്തേക്കാ? ഒരു കൃഷിക്ക് 10,000 രൂപ ഒരു ഏക്കറിന്. 3 വളത്തിൻ്റെ കൂടെ അല്ലേ പറയുന്നത്? 3 വളത്തിൻ്റെ കൂടെ കേട്ടോ പാപ്പൻ പറഞ്ഞു. അത്രയും പൈസ വരും ഏകദേശം. ചെലവ് വേറെ. പിന്നെ ഇടുന്നതിന് ആൾക്കാർക്ക് കൊടുക്കണ്ടേ? പാപ്പനൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നതുകൊണ്ടും വീട്ടിൽ 3000 രൂപ. ഇപ്പം പാപ്പൻ എത്ര വർഷമായി കാണും ഏകദേശം ഈ കൃഷിപ്പണി തുടങ്ങിയിട്ട്? അല്ലേ? നെല്ലും പാവല് പടവലോ അതും ഇതൊക്കെ ആയിട്ട്, കപ്പ അതും ഇതൊക്കെ ആയിട്ട് പാപ്പൻ ചെയ്യുന്ന ഏകദേശം അത്രയും വർഷമായിട്ടോ. അവിടെയാണ് നമ്മുടെ ഉള്ളത്. ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ റെൻ്റ് എടുത്ത് ചെയ്യുന്ന കേട്ടോ. അല്ലാതെ ഇതൊന്നും സ്വന്തം ഒന്നുമല്ലല്ലോ ആരും. ഇതാ ഈ കാണുന്ന ഗൈസ്. നമ്മളും ഇതേപോലെ ഇതുണ്ടോ ആൾക്കാർ എറിഞ്ഞെറിഞ്ഞ് കളയുന്ന സാധനം കണ്ടോ? അതിനെന്നാ പാപ്പ പറയുന്നത്? എറിയുന്നതിന് യൂറിയല്ലേ? അതെന്നാ വളവാ? പ്ലാറ്റംബോസും യൂറിയയും കേട്ടോ. പൊട്ടാഷ്യം. പൊട്ടാഷ്യം ആണ് ഈ എറിഞ്ഞിടുന്നത്. അതായത് നെല്ലിൻ്റെ മേളിലേക്കാ, ചോട്ടിലേക്ക്. ഇത് സർക്കാരിന് തന്നെയല്ലേ കൊടുക്കുന്നത്? ഗൈസ് ഈ സാധനം എല്ലാം സർക്കാരിനായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ നെല്ല് കൊയ്ത് നെല്ലിന് താങ്ങുവിലുണ്ട്. അപ്പൊ സർക്കാരിനാണ് കൊടുക്കും അല്ലേ? 28 രൂപ താങ്ങുവില. കിലോ ഗൈസ്. അതായത് ഇവിടുത്തെ ഈ നെല്ലുകയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവം പോലെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വഴി കൊണ്ട് ഇങ്ങനെ ഇടും, എന്നിട്ട് വലിയ വള്ളം വരും. ആ വള്ളത്തിലേക്ക് ചുമന്ന് വരും. അതായത് ഇപ്പം ഇടുക്കിക്കാർക്കൊക്കെ കപ്പപറിയൊക്കെ പോലെയാണ്. എനിക്ക് കണ്ടില്ലേ? അല്ലേ പാപ്പ? ഇടുക്കിക്കാർക്ക് കപ്പ പോലെ ഇവിടെ കൊയ്ത്തും കയറ്റിവിടലും അതേപോലെ കേട്ടോ. അതായത് ഒരു പ്രത്യേക ഒരു സംഭവമാണ്. അത് കയറ്റിവിടുന്നതിനൊക്കെ വമ്പൻ പിന്നെ ആഘോഷപരമായ പരിപാടി. ഇതാണ് മീൻപിടുത്തം. ഇത് ആറ് കൂടെയാ? ഇതന്നെ ഇത് ഈ കാണുന്ന കേട്ടോ കൂടെ. ഇതറിയാ? ഗൈസ് അതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കും വേണം ഇങ്ങനെയും വെക്കാം. ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇതിലത്തെ കൂടെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതും ഉണ്ടാവും. അതായത് പിന്നെ എന്താ പറയുക, അതിനെന്നാ പറയുന്നത്? വല. ഗൈസ് നിങ്ങൾ കളിക്കണം. അപ്പനും പാപ്പനും ഏകദേശം ഒരേ വയസ്സാണ്. പാപ്പൻ ഇപ്പോഴും പണിയെടുക്കുന്നു, എൻ്റെ അപ്പൻ ഇപ്പോഴും കറങ്ങി നടക്കുന്നു. നോക്കി ഗോവയിലൊക്കെ പോയ പോലത്തെ ഷർട്ട് ഇട്ട് നടക്കുക. നാണമുണ്ടോ പിതാജി?
പാപ്പനൊക്കെ ഇപ്പോൾ എനിക്ക് വന്ന സെയിം പൈസ ആണോ മേടിച്ചു പാപ്പ? സെയിം പൈസ ആണോ? അതൊക്കെ ചകല മൂത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര പൈസ? എത്ര? ഒരു വയസ്സല്ല വ്യത്യാസം. എത്ര വയസ്സുണ്ടോ? പോലെ നിൽക്കേ കണ്ട അപ്പൻ ഇപ്പോഴും അപ്പം കയറിയിട്ട് 12 വർഷമായി. അപ്പം പണിക്കൊന്നും പോകത്തില്ല. അപ്പന് നടുവേന, കാലുവേന, കൈക്കുവേന. മക്കൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാപ്പൻ ഇപ്പോഴും പണിത് ലക്ഷങ്ങൾ ഉണ്ടാക്കുക. ആ ലക്ഷങ്ങൾ കടം. അതെ സത്യം പറഞ്ഞാൽ കൃഷിക്കാർക്ക് കടം കേട്ടോ. പാപ്പൻ പറഞ്ഞാൽ ലാഭമൊന്നുമില്ല. അതായത് നമ്മളിങ്ങനെ കുറച്ച് പൈസ ചെയ്തിടുമ്പോൾ ഉള്ളൂ സംഭവം. അതായത് പണിക്കൂലി എല്ലാം കൂടെ ഒരുമിച്ചൊരു പൈസ കിട്ടും. അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. പലപ്പോഴായിട്ട് മുടക്കി പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന കൂലി നമുക്ക് ഒരുപോലെ ഒന്നിച്ചൊരു ദിവസം കിട്ടും. ഇത് പോയി കഴിഞ്ഞാൽ 1.5 കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ അതേപോലെ തന്നെ ഈ ചെലവിനൊക്കെയാണ് അല്ലേ പാപ്പ? ചെലവിനൊക്കെയാണ് ഇതുപോലെ പയറും പാവലൊക്കെ ഇടുന്നത്. നമ്മുടെ കാര്യം വട്ടച്ചെലവൊക്കെ വീട് ചെലവൊക്കെ നടക്കും ഇതിനകത്ത്. പിന്നെ പണ്ടൊക്കെ മീൻ നല്ല പൈസ കിട്ടുന്നു. ഇപ്പം മീനും വലിയ കോളൊന്നും മുഴുവൻ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നീർന്ന എന്ന് വെച്ചാൽ കടിക്കും പട്ടിയെ പോലെ സംഭവം. മീനെ തിന്നുന്ന സാധനം അത് മീനെ മാത്രമേ തിന്നത്തുള്ളൂ. അതിനെ മാറ്റാൻ പറ്റൂല. വലയൊന്നും പഠിക്കാൻ കിട്ടത്തില്ല അതിന്. ഇല്ല രാത്രിയിലൊന്നും വലയൊന്നും ഇടാനൊക്കത്തില്ല. കടിച്ചു മുഴുവൻ കടിച്ച് വല വീഴുന്ന മീൻ മുഴുവനെ കടിച്ച് തിന്നു കളയും. അയ്യോ പടിഞ്ഞാട്ട് നമ്മളിവിടെ കുറവുണ്ട്. പടിഞ്ഞാട്ടൊക്കെ ഒരു വിഷയമില്ല. രാത്രി പകലാണെങ്കിൽ കുളിക്കാൻ പോലും ഒക്കത്തില്ല, കടിക്കും. ഉയ്യോ പടിഞ്ഞാറൊക്കെ ആ ഇടത്തോ സൈഡിലൊക്കെ. ഗൈസ് ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ബോട്ട് വന്നതിന് ശേഷം സുഹൃത്തുക്കളോ ഞങ്ങൾ ഈ ഇതിന്റെ നടുക്ക് ഇറങ്ങും. ചമ്മി പോകായിരുന്നു മതി. എന്തേലും കിട്ടിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും കിട്ടാൻ പപ്പ അപ്പം പിണങ്ങി കേട്ടോ. അപ്പനോട് യാഥാസ്ഥിതികമായ കാര്യങ്ങൾ പറഞ്ഞ് അപ്പം പിണങ്ങിപ്പോയി. ഇനിയിപ്പം പിണങ്ങി പുള്ളി പിണങ്ങി. ഇനി നമുക്കറിയില്ല. ഇനി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമായിരിക്കും ചെന്നപാടെ. അപ്പം അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണോ ചെന്നപാടെ? പിണങ്ങി പുള്ളിക്കൊരു കാരണം. ഇനി പിണങ്ങി പോകാനുള്ള കാരണം കുഞ്ഞു പിള്ളേരും തുല്യ. വേറെ വല്ലവരാണ് അപ്പനെ ഉപേക്ഷിച്ചാണ്. ഞങ്ങളായതുകൊണ്ടാണ് നോക്കുന്നത്. ഗൈസ് ഫൈനലി നമുക്ക് ബോട്ട് വരട്ടെ. എന്നിട്ട് വേണം കൊളക്കോഴി ഉണ്ട് ഇതിനകത്ത്. കൊളക്കോഴി കൊളക്കോഴിയാണെന്നാണോ അതിനെ അറിയപ്പെടുന്നത്? അതെ. ഇവന്മാരാണ് മീനാണെങ്കിലും കൊത്തിയിട്ട് പോയി. നേരത്തെ അവിടെ നിന്ന് ഒരു മീനെ കൊത്തിയെടുത്തിട്ട് പോയി. നീർക്കാക്കയാടാ. ഇതിന്റെ അകത്ത് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ബോട്ട് നോക്കി നിന്നാ കേട്ടോ. ലാസ്റ്റ് വന്നത് യമഹ വെള്ളം. നമ്മളിപ്പോൾ ആരായി നമഹ. ഗൈസ് ബോട്ട് വരണം കേട്ടോ. ബോട്ട് വരാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ നിരീക്ഷണ കാവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ കാര്യം നടന്നില്ല. വണ്ടി നോക്കിയിരിക്കൂലേ? എടാ ഞാനത് പറയാൻ വേണ്ടി വെച്ച ഡയലോഗ് നീ എങ്ങനെ പറഞ്ഞാലും ഇവനെ റോഡിലൊക്കെ വണ്ടി നോക്കിയിരിക്കുന്ന പോലെ ഈ സാധനം വരാൻ വേണ്ടി നമ്മൾ നോക്കി. പണ്ട് അവിടെയൊക്കെ ഓരോ ജെട്ടി ഉണ്ടായിരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. പണ്ടെന്ന് വെച്ചിട്ടുണ്ട് ബോട്ടുകളുടെ എണ്ണം കൂടുതലുണ്ട്. 4 മണി ഉണ്ടായിരുന്നു, 6 മണി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു 4-5 സർവീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം കുറഞ്ഞ് 1, 2 അങ്ങനെയൊക്കെ ആയി. ഗൈസ് കരിക്ക് വേണേൽ ഇതേപോലെ ഫ്രഷ് കരിക്കിടുക കേട്ടോ. അപ്പം കരിക്കിട്ടോണ്ടിരിക്കുക. അമ്പോ വേറെ നോക്കി വലിക്കും അപ്പേ. നല്ല കരിക്ക് നോക്കിയിട്. തേങ്ങ ഇതുമായിട്ടുള്ള പാപ്പനിടും അപ്പേ. പാപ്പന് കോപ്പെന്നറിയാന്നോ? പാപ്പൻ എന്ന് ഈ വണ്ടിൻ്റെ അകത്താ അല്ല ഉണ്ടോ? വെള്ളം തേങ്ങ കൂടെ വേണം. കണ്ടോ മുട്ടുമ്പോ സംഭവം അറിയാതുണ്ടോ? നമ്മള് കരിക്ക് ഷോപ്പിൽ ചെന്നിട്ട് പറയാം നമുക്ക് തേങ്ങ വേണം. നമുക്കറിയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. വട്ടൊക്കെ അടിച്ചടിച്ച് നോക്കി എടുക്കുന്നവരെ നമ്മൾ അങ്ങനെ നോക്കുന്ന എല്ലാവർക്കും മുമ്പിലേ പറ്റാറുള്ളൂ. നല്ലതൊക്കെ കിട്ടിയതൊക്കെ ഞാൻ വളരെ അപൂർവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യമായി വത്തക്കാട് എങ്ങനെയാണെന്നോ ഏറ്റവും വലിയ നോക്കും ആളെ നോക്കും. അതിന്റെ ഏറ്റവും വലിയ എടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് ഇപ്പം തല വീണാന്ന് ശ്രദ്ധിക്കണേ. ആൻറ്റിയുടെ ഹൃദയം കൂട്ടിയിടിക്കുക ഉള്ള തേങ്ങ എല്ലാം കൂടി ഇടുമ്പോൾ. ഓ അവിടെ വരാലുണ്ട് കേട്ടോ. വരാൽ അതാ എന്ത് ചേട്ടാ? കൈസ അച്ചാൻ ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ വരാലിനെ. എന്ത് ചേട്ടാ? ആ ദൈവമേ ഇതാ നിൽക്കുന്നു വരാൽ. കരിമീനാ? അത് കരിമീനാ ചേട്ടാ? വല ഇട്ട് നമുക്ക് കിട്ടാലോ? ഓ ഗൈസ് യോഗമുണ്ട് എന്ന് നമുക്ക് കിട്ടും കേട്ടോ. യോഗമില്ലെങ്കിൽ പായം അടക്കും. ഗൈസ് യോഗമുണ്ട് എന്ന് നമുക്ക് അടിക്കും. അതുണ്ടല്ലോ തെറ്റുന്ന ഇത് മറ്റേത് വളർത്തു മീനാ. ഏതാ അവിടെ നിൽക്കുന്നേ? അത് റമ്പല്ലി എന്ന് പറയും. ഓ ഇതാ നിൽക്കുന്നു. ഇതുകൊണ്ടോ മക്കളെ സാധനം കണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ കല്ലെടുത്ത് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. എറിഞ്ഞു പിടിക്കാൻ പറ്റുമോ പാപ്പ? ഇല്ലല്ലോ. ഓ അതാ കണ്ടു.
അതിന് പൊങ്ങി വരുന്നത് അത് ഗൈസ് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ബോട്ട് കാത്തിരിക്കുന്നത്. സിലോപ്പി. ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന പോലെയാണ് ബോട്ടിന് ബോട്ട് ചട്ടി. അതായത് ഈ കാണുന്നതാണ് ബോട്ട് ചട്ടി കേട്ടോ. കുറച്ച് കഴിയുമ്പം വരും. ഇവിടെ ചിലപ്പോൾ ആളുണ്ടെങ്കിൽ ഇവിടെ ഒതുക്കും, അല്ലെങ്കിൽ ഒതുക്കത്തില്ല കേട്ടോ. കാണത്തുള്ളൂ. ഉണ്ടാവുമോ ചേട്ടാ? രണ്ടുപേരും ഒരാളൊക്കെ കാണത്തുള്ളൂ. ഇവിടെ ഇറങ്ങാൻ ആളുണ്ടാവുമോ? ചില കാണാൻ സാധ്യത കുറവാണ്. 11 മണിയാവുമെന്ന് പറഞ്ഞു. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂണ്ട ഇത് വളം മിക്സ് ചെയ്യുന്ന കേട്ടോ കാണുന്നത്. വളം മിക്സിങ്. ഈ സാധനമാണ് ഇത് നേരത്തെ എന്നൊക്കെ പാപ്പ മിക്സ് ചെയ്യുന്നത്? ഓ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഇപ്പൊ കൊണ്ട് എറിയുമായിരിക്കും കേട്ടോ. ഇതെല്ലാം ആ കറുപ്പന്നാ പുളിക്കോ? വളം മിക്സ് ചെയ്യാം കേട്ടോ അവര്. ഓ ഇത് എത്ര രൂപയുടെ സാധനം ഉണ്ടാവും അല്ലേ മുതല്? അല്ലേ പാപ്പ? അല്ലേ? ഒരു ചാക്കിന് 2000 രൂപ. അപ്പോൾ എന്തോ ഒരു സാധനമുണ്ട്. 10,000 അതാ പറഞ്ഞേ. ഇത് കൃഷിഭവനിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ? അല്ല, ഇത് പ്രൈവറ്റ്. ഫുള്ള് ബംഗാളികളാട്ടോ. മലയാളികൾ അതിൻ്റെ അകത്ത് ഒറ്റ ആളേ ഉള്ളൂ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അത് കൃഷി ഉള്ളവരല്ലേ, കൃഷി ഇല്ലാത്തവരില്ലല്ലോ. നിങ്ങളൊരു കിടിലം കാഴ്ച കാണിച്ച് തരട്ടെ. കിടിലം കാഴ്ച കാണിച്ചു തരട്ടെ. ഇല്ല, അവിടെ വേറെ സാധനം ഞാൻ കണ്ടു കേട്ടാ. താമര കണ്ടോ? നല്ല സൂപ്പർ താമര. എന്ത് ലുക്കിലാണ് നിൽക്കണം നോക്കിയാൽ. പച്ച ഇലയും ചുമന്ന പൂവുമായിട്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. അതിന് തൊട്ടിപ്പുറത്തൊരു കൊക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. കള്ളനാണവൻ, മീനെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ. ഫൈനലി നമ്മൾ പ്രതീക്ഷിച്ച ആ സാധനം എത്തിയിരിക്കുകയാണ്. ബോട്ട് 6-7 ബോട്ട് ഉണ്ടായിരുന്ന നാടാട്ടോ. ഇപ്പം വന്ന് ആകെ ഒരെണ്ണമായി മാറി. എല്ലായിടത്തും ഇപ്പോൾ ഓടിക്കുന്നറിയോ, ഇത് നിർത്താതിരിക്കും. ആ കൾച്ചർ എന്നത് നിൽക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഈ ആകെ ഒരെണ്ണമുള്ളൂ. എൻ്റെ ചെറുപ്പത്തിൽ ഞാനിവിടെ വരുന്നത് എത്ര ബോട്ട് സർവീസ് ഉണ്ടായിരുന്നറിയാം. അതായത് ബസ് പോലെ. പണ്ട് പാപ്പൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ എത്രണ്ണുണ്ട് പാപ്പ? കണ്ടവാനുമില്ലേ? 5 മിനിറ്റ് ഇടപെട്ട് ബോട്ട് ഉണ്ടായിരുന്നു. അതെ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ജഡ്ഡിയിൽ ഒതുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനി പോയി കഴിഞ്ഞാൽ എത്ര മണി കഴിഞ്ഞാൽ വരിക? 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞാൽ വരിക. പോയി കഴിഞ്ഞാൽ 12:15 വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങി പിടിച്ച് കയറാൻ വേണ്ടി പറ്റും കേട്ടോ. 100% ശരിയായ കാര്യമാണ്. ഗൈസ് നോക്കൂ, ഇപ്പം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു സംഭവമാണ്. കാരണം യുവതലമുറ എല്ലാം പുറം രാജ്യത്തോട്ട് പോയി. സത്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിന്ന് വരുവാ കേട്ടോ. യാഥാർത്ഥ്യമായ കാര്യമാണ്. അല്ല, ഇതൊക്കെ ഇനിയൊക്കെ അല്ലേ ഈ കൊച്ചുമക്കളെ കാണിച്ചു കൊടുക്കാം. അല്ല ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇനി വരുന്നത് ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ മാറും. അത്രേ ഉള്ളൂ. ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇതൊക്കെ മാറും. എന്നെ സംബന്ധിച്ച് വെച്ചാൽ പണ്ട് കാലത്ത് വെച്ചാൽ ആർക്കും വണ്ടി ഇല്ലായിരുന്നു. അതെ, ഇപ്പൊ എല്ലാവർക്കും വണ്ടി. പാപ്പ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകണേ എത്ര മണിക്കൂർ? 1/2 മണിക്കൂർ. അല്ല, ബോട്ടിന് പോകണല്ലേ 3 മണിക്കൂർ. ആ ഓളം കണ്ടോ? ഈ ഓളത്തിന് നമ്മൾ ഉണ്ട് കേട്ടോ. ഇവിടെ ആളിറങ്ങാറുണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ല പാപ്പ? പിന്നെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നത്? പിന്നെ എന്തിനാ കൂട്ടി പിടിക്കുന്നത്? ഓ, ആളും പേരൊന്നും ഇല്ല കേട്ടോ. നമ്മള് മറ്റേ വണ്ടിയൊക്കെ പോവില്ലേ, അതേപോലെ ട്രാക്ക് ഉണ്ട് ഇതിനകത്ത് വെച്ച് നടത്തും. അങ്ങനെ ഇതിന്റെ അകത്തെങ്ങാനും അതല്ലടാ, ഇതിന്റെ അകത്തെങ്ങാനും നമ്മളെ കൊച്ചു വെള്ളം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാണല്ലോ എല്ലാം മൂക്കും കുത്തി കിടക്കും. ദൈവമേ, അവരല്ലാതെ വേറൊരു മനുഷ്യനില്ല. ദൈവമേ, സർക്കാരുകാരൻ ഇത് നിർത്തി കഴിഞ്ഞാണല്ലോ ഈ ഒരു സംഭവം കൂടെ നഷ്ടപ്പെടും. ഹായ് ഹായ് ഗൈസ് നോക്കൂ, ഓടിക്കുന്ന ഒരു ചേട്ടൻ. എൻ്റെ ദൈവമേ, എന്താ സെറ്റപ്പ് എന്ന് നോക്കി. 5 പേരുണ്ട്. ഒരു വിദേശി ഉണ്ടോ? ഒരു വിദേശി ഉണ്ട്. ഫ്രണ്ടിലുണ്ട്. അതിന്റെ ഓളം നോക്കിയേ. എൻ്റെ പൊന്നെ, എന്നാ ഓളം നോക്കിയാ അതിന്റെ. പാപ്പ ഇനി നമുക്ക് പോവാം. പാപ്പ തുടങ്ങാം. ഞങ്ങൾ കുലത്തൊഴിലിന് ഇറങ്ങാൻ പോവാം കേട്ടോ. ഒന്നേ ഞങ്ങൾ നേടും, അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ചന്തയിൽ പോയിട്ട് പിന്നെ നിങ്ങളെ കാണിക്കുമല്ലോ. ചന്തയിൽ പോയിട്ട് ഞങ്ങൾ മീൻ മേടിച്ചിട്ട് അതിനകത്ത് കുത്തി വെക്കും. എന്നിട്ട് ഞങ്ങൾ അത് പറിച്ച് കാണിക്കും. എന്നാ ഞങ്ങളുടെ കളി കണ്ടോടി. ബോട്ട് കണ്ടോടി? ഇഷ്ടപ്പെട്ടോ? ബോട്ടോ? പോയി പോകാൻ പറ്റും. കറക്റ്റ് നാളെ പോവാം. ഒരാൾ വണ്ടിയും കൂടി. നീ ഇതെങ്ങോട്ടാ? എടാ, അവര് കഷ്ടപ്പെട്ട് അവിടുന്ന് പെറുക്കിക്കൊണ്ട് ചുമന്നുകൊണ്ട് കാശ് മുടക്കി കൊണ്ടുവന്ന സാധനം ഈ കല്ല്. നിനക്കിത് വെള്ളത്തിൽ എറിഞ്ഞ് കളയാനുള്ളതല്ല. അടി കിട്ടോ? ഇപ്പൊ കിട്ടും നിനക്ക്. എടാ മൈക്കിളെ, നോ 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 നോ, എറിയരുത്. നോ. അങ്ങനത്തെ വലുതൊക്കെ കൊടുക്കും. അപ്പം നല്ല തപ്പൻ. ഗൈസ്, നേരത്തെ ആൻറ്റി ഭക്ഷണമൊക്കെ പാത്രം കഴുകാൻ വേണ്ടി വന്നേ. അപ്പൊ ഇവൻ ഈ വെള്ളത്തിൽ ഇറങ്ങണല്ലോ. ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാണുന്ന സാധനം എടുത്തിട്ട് ഒറ്റ ഇച്ചമ്മ അഭിരാമി വെള്ളത്തിന്റെ അകത്ത് കിടക്കുന്നതാണ്. വലിയ കല്ല ഇവിടെടുത്ത് എറിയുന്നത്. എറിയുന്നേ. ഗൈസ്, ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചുതരാം. ഈ വീട് ശ്രദ്ധിച്ചോണേ. ഇതിപ്പോൾ പാപ്പൻ്റെ വീട് പണിയുന്നതാണ്. അപ്പം ഈ വീടിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇവിടെ വെള്ളം കയറും. അപ്പോൾ വെള്ളം കയറാൻ നേരത്ത് നല്ല വെള്ളം വരുന്ന സമയത്ത് വെള്ളം കയറും. അപ്പോൾ ഇതിപ്പം
പൊക്കി വെച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് വീട്. അത് വീട് ഇതേപോലെ ഫ്രെയിമാണ്, വെള്ളം കയറാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. നേരത്തെ ഇവരിങ്ങനെ താന്നു കേട്ടോ. വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു കഷ്ടമാണ്. കാണാൻ എന്തൊരു രസമല്ലേ, കാണാൻ എന്തൊരു രസമാണ്, എത്ര മനോഹരമാണ്. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേടാ ലിവിനെ. ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തും നമ്മൾ ചെന്നിട്ട് പറയും ആ സ്ഥലം കാണാൻ എത്ര മനോഹരമാണ്. എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലേ സിസിലിക്ക്? പിന്നെ എവിടെ ചെന്നാലും ബുദ്ധിമുട്ടാണ്. വെള്ളം ആര് വെള്ളം വന്ന? ഞാൻ വെള്ളം വന്ന. ഇത്രയും വെള്ളം ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ ഇവിടെ കുടിവെള്ളം പ്രശ്നമില്ല. അതെ സത്യമായിട്ട് ഇത് കുടിക്കാൻ കൊള്ളത്തില്ല. അതിനാ അത് ഇത് മൈക്കിൾ ഇത് ഞാൻ വരാൻ ഇത് വരാൻ വന്ന് ഞാൻ കേശം പറഞ്ഞുതരാം. അഭിരാമിയുടെ തലക്കിട്ട് കല്ല് വെച്ചു. കല്ലെറിയ നിന്റെ തലക്കിട്ട്, എനിക്കിട്ട് എറിയരുത്. നിന്റെ തലക്കിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആര് നിനക്ക് പാല് തരും? ആര് നിനക്ക് മമ്മ ഉണ്ടാക്കി തരും? ആ മമ്മിയുടെ തൊഴിലിപ്പ് ഇതാ കൈ വെട്ടി നോക്കിയേ. എന്റെ കല്ല് ഉറക്കിക്കൊണ്ടേ കൊടുത്തേന്. മോനിച്ചു പാപ്പൻ എന്താ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ കാണുന്ന ഇത് അത്യാവശ്യം 10-25 വർഷം പഴക്കമുള്ളൊരു ഫൈബർ വള്ളമാണ്. ഈ വള്ളത്തിനാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരു ഇഷ്ടികയ്ക്ക് എത്ര രൂപ ഉണ്ടെന്നറിയോ? 10-25 രൂപ ഉണ്ട്. അവർ കഷ്ടപ്പെട്ട് ഇഷ്ടിക മേടിച്ചിട്ട് അവനെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയുക. ഭയങ്കര അലമ്പാ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ചെറുക്കൻ. അഭിരാമി ഇവനൊന്ന് പിടിക്കേണ്ട സമയമായിട്ടോ. കൈകൊണ്ട് പിടിക്കാനല്ല, അവനൊന്ന് ശക്തമായി പിടിക്കേണ്ട സമയം അതിക്രമിച്ചു. എന്നാ പറഞ്ഞ എന്നാ ഇതേ കല്ലും കൊണ്ട് വരുന്നു മൈക്കിൾ. നോ അവള് തലക്കെട്ടുകാരൻ എറിഞ്ഞു കഴിഞ്ഞാ ദേ നോ ഞങ്ങൾക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. അതാ പുതിയ ഇവനെ ഉപദ്രവിക്കാനും അടിക്കാനും ഇതൊക്കെ അറിയത്തുള്ളൂ. അപ്പൻ്റെ വാച്ച് അടിച്ചപ്പാ കല്ലെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ മൈക്കിള്. ഇത് 1500 രൂപയ്ക്ക് 2 എണ്ണം ഫുട്പാത്ത് നോക്കിയേ. എറിഞ്ഞ് പൊളിച്ചു കേട്ടോ. അവനോട് വടി കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞാ വല്യപ്പനെ അടിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ വല്യപ്പനെ അടിക്കുന്ന? ഇല്ല ഉമ്മ നോക്കുക നിന്നെ അടിക്കുന്നു. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ വണ്ടി ഉള്ള പോലെയാണ് ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ വള്ളമുള്ളത്. ഈ വീട്ടിൽ വെള്ളമുണ്ട്, പാപ്പൻ്റെ വെള്ളം. ഇത് പാപ്പൻ്റെ അനിയൻ്റെ വീട്, അവിടെ വെള്ളമുണ്ട്. ആ വെള്ളം പേടിക്കണ്ട, എടാ രക്ഷിക്കും. നീ കേറിക്കോ, നീ കേറ് പാപ്പ, വണ്ടി എടുക്കും പാപ്പാ. എന്ത് ടെൻഷൻ അടിക്കുന്നത്, അപ്പനറിയാലോ, അപ്പൻ നന്നായിട്ട് നീന്തും. ഫൈനലി ഞാൻ വള്ളത്തിൽ കയറി. എന്റെ മോന് ഭയങ്കര ആഗ്രഹമുണ്ട് കയറാൻ, പക്ഷെ കയറ്റുന്നില്ല. വാ അടുത്ത വെള്ളത്തിൽ വാ. വാടാ ലിവിനെ ചെല്ലണ കേറാ. മൈക്കിളിനെ കേട്ടണോ? അവൻ ചാടിയാലോ? എന്നാ അപ്പുറത്തേക്ക് കയറമ്മേ, പപ്പയുടെ അടുത്ത് വാ. മൈക്കിളിനെ കൊണ്ട് ഗൈസ് ഫൈനലി ഇതാണ് നമ്മുടെ വല കേട്ടോ, മീൻ പിടിക്കുന്ന വല ഇതാണ്. ഈ വലയിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഇതിന് എന്നാ വല എന്നാ പാപ്പ പറയുന്നത്? ഒടക്കുവല. ഈ ഒടക്കുവലയിലാട്ടോ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് വള്ളത്തിൽ നിന്ന് വീണ പങ്കായത്തിന് അടിക്കണം എന്നുള്ളതാണ്. വള്ളത്തിൽ നിന്ന് വീഴാൻ നോക്കണം, പങ്കായടി കൊള്ളാൻ വയ്യ. ഗൈസ് നമ്മൾ ഇടാൻ വേണ്ടി പോവാട്ടോ. ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കണേ. അതായത് മൈക്കിളിൻ്റെ അകത്ത് വന്നം, ഞങ്ങളാണ് കൊണ്ടുപോകില്ല. ലാസ്റ്റ് ആളെ കൊണ്ടുപോയി കേട്ടോ. നമുക്കിനി ഫൈനലി ഇടാൻ വേണ്ടി പോവാം. പാപ്പൻ വണ്ടി എടുത്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പപ്പേ അവിടെ കിടന്ന് കിന്നാരത്താളം അടിക്കാതെ വാ. ഇതെങ്ങോട്ടാ പോകുന്നത് രണ്ടും കൂടെ? അമ്മേടങ്ങോ പറഞ്ഞു കേട്ടോ, എൻ്റെ അമ്മേടങ്ങാ പോകുന്നതെന്ന്. എന്നാ പറഞ്ഞാ പുള്ളിയോട് ഞാൻ. ഗൈസ് ആൻറ്റി പോവാണ്, ബൈ 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 ബൈ. ഗൈസ് നോക്ക്, ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഗൈസ് നോക്കിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ടാട്ടോ സൂര്യൻ. എന്ത് ഫ്രെയിമാന്ന് നോക്കിയാൽ നിങ്ങൾ, എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടി. അപ്പാ അവിടെ കിടന്ന് തിത്തേതകതേ പറയാ വാ. പാപ്പനെ സൂപ്പർ സ്റ്റാർ ആക്കുക. ഗൈസ് നോക്കൂ, ഇതെങ്ങോട്ടാ? ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഇടാൻ എവിടെയാ പാപ്പ ഇടുന്നത്? ഇവിടെയാ? അപ്പോൾ നമ്മളെന്താ ഇവിടെ കൊണ്ടുവന്ന് തിരിക്കാൻ വേണ്ടിയാ? വള്ളം വളയ്ക്കാൻ വേണ്ടി വന്നാട്ടോ ഞങ്ങളിവിടെ. ഗൈസ് ഇതിൻ്റെ അങ്ങേ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു തുരുത്തിൻ്റെ ഒരു നല്ല ലുക്ക് കിട്ടും. ഇവിടെ നിന്ന് നോക്കാൻ നേരത്തെ നമുക്ക് ആ ലുക്ക് കിട്ടാത്ത. ഇതാ 2 എണ്ണം അവിടെ കിടന്ന് തിത്തേ തകതേ പാടുന്നു കേട്ടോ. എന്തായാലും നടക്കുവോ? എടാ നിന്റെ വാ സംസാരിക്കാനും തുറക്കാനും ഉള്ള തുറക്ക.
ആ എന്നിട്ടോ പക്ഷെ ഇവൻ മാത്രം പഠിച്ചില്ല കേട്ടോ. എന്റെ ദൈവമേ എന്തൊരു രസം, പച്ചപ്പ് നീലപ്പ്, ഒരു പ്രത്യേക ബ്യൂട്ടി ഗോയ്സ്. ദൈവമേ ഈ ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇത്ര സൗന്ദര്യമുള്ള സ്ഥലം കണ്ടിട്ടുണ്ടോ മോനെ? അതാണ് കേരളം ഗായ്സ്. അപ്പം ഇങ്ങോട്ടാ വരുന്നത് ഗായ്സ്? ഞാൻ എതിരായിട്ടോ പോകുന്നത്, അതാണ് ഞാൻ പാപ്പൻ തുഴയുന്ന അവിടെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് അപ്പുറത്തോട്ടിരിക്കും. ഇത് ചെറിയ പിന്നെ ഫൈബർ വെള്ളം കേട്ടോ. ഇതിന് എന്നാ വിലയുണ്ട് പാപ്പ ഇപ്പം? ഇപ്പം ദൈവമേ ഇതിപ്പോ എത്ര വർഷമായതാ? ഇത് 15 വർഷമായ സംഭവം. ഇതൊരു മോട്ടോർ വരെയാട്ടോ കാണുന്നത്. ഈ കാണുന്ന മോട്ടോർ വരെയാണ്, അതായത് കൃഷി കഴിഞ്ഞ പാടത്തിൽ നിന്ന് വെള്ളം പുറത്തോട്ട് അടിച്ചു വിടുന്നതിനാണ് മോട്ടോർ വര എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ലിബിനെ നിങ്ങളെ അമ്മാവനും കൊച്ചുമോനും കൂടെ കുറെ നേരമായി അവിടെ. ആ എന്നത് വല കെട്ടി, ഞാനിത് കാണിച്ചു തരാൻ മറന്നു, പാപ്പനോട് പറയാൻ മറന്നു കേട്ടോ. അയ്യോ വല കെട്ടിയത് പൊട്ടി. ഇതെങ്ങനെ സംഭവം അറിയോ? ഈ സൈഡിൽ കെട്ടും, അത് നേരെ അങ്ങോട്ട് നമ്മൾ വെക്കും, എന്നിട്ട് ഈ വഞ്ചി കൊണ്ട് ഒന്ന് മീനെ അങ്ങ് ഓടിച്ച് കയറ്റും. ഭാഗ്യം ഉണ്ടേ നമുക്ക്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയോ? ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിങ്ങനെ അടിയല്ലോ പപ്പേ. ഇന്നത്തെ വെള്ളം പപ്പേ അങ്ങനെ ആക്കല്ലോ പപ്പേ. അപ്പൊ ഇതിനകത്ത് വെള്ളം തെറിക്കും പപ്പേ. വെള്ളത്തിലായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയല്ലേ, അർത്ഥം മാറിപ്പോവും. വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ നീ കള്ളെന്ന അർത്ഥം. അങ്ങനെ ഈ വെള്ളത്തിൽ ഞാൻ പിന്നെ എന്തില് കായലിന്റെ നടുക്കായതിനാൽ ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെ പറയാം. വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ മാറിപ്പോയി കേട്ടോ, അർത്ഥം മാറി. കാരണം പാപ്പൻ അവിടെ ഇത് കൊടുക്കുക കേട്ടോ, അതായത് വലയുടെ ഒരു അറ്റം കൊടുക്കുവാണ്. സീസൺ സമയത്തൊക്കെ പാപ്പൻ പറയുന്നത് ഒരു 12,000 രൂപയുടെ മീനൊക്കെ പിടിക്കാൻ പറ്റും അല്ലേ പാപ്പ? ഏറ്റവും കൂടുതൽ എത്ര കിട്ടിയിട്ടുള്ളത്? 15,000 രൂപയുടെ മീൻ കൊടുത്തിട്ടുണ്ട്. 10,000 ഇല്ല, 5,000 രൂപയുടെ മീൻ ഉള്ള സമയത്ത്. ഇവിടെ മീൻ ഏറ്റവും കൂടുതലുള്ള സമയത്ത് ഇവിടെയുള്ള എല്ലാവരും പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്നത് മീൻ വില കിട്ടത്തില്ല. അതായത് ട്രോളിംഗ് ഉള്ള സമയത്തും മീൻ കുറച്ചുള്ള സമയത്ത് മീൻ കിട്ടുവാണെങ്കിൽ വില കിട്ടും അല്ലേ പാപ്പ? അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ. ഇതേപോലെ വല ഇങ്ങനെ ഇട്ടോണ്ട് പോവാണ് ഞങ്ങളെ. ഇതുകൊണ്ടോ പോയ ബോട്ട് വരുന്നതിന് മുന്നേ ഈ സാധനം എടുക്കാം, അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് ബോട്ട് കൊണ്ടുപോകും. ആണോ പാപ്പ? ഗൈസ് ഇത് നമ്മൾ വല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കാൻ കണ്ടോ, ഒരു കയ്യാ വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന് ഇതിന്റെ പരിപാടി വാളും. വാ പപ്പേ, വാ പപ്പേ. പപ്പ എങ്ങോട്ട് പോവാ? വാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറെ ഏതെങ്കിലും കൊണ്ടെല്ലാം പോവാണോന്ന്. ഗൈസ് എന്തായാലും വല ഇടട്ടെ. വല ഇതിന് കുറുകയാണ് ഇടേണ്ടത് കേട്ടോ. ഈ കാണുന്ന കായലിന് കുറുകയാണ് വല ഇടേണ്ടത്. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായി സെറ്റപ്പായി കേട്ടോ. പിന്നെ ഒന്നും നോക്കാനില്ല, മീൻ കിട്ടിയത് തന്നെ. ഒരു മീനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ സൂപ്പറായനെ കേട്ടോ. ശരിക്കും ഇതിപ്പോഴല്ലല്ലോ പാപ്പ ഇടാറ്, നിങ്ങൾ വെളുപ്പിനല്ലേ ഇടുന്നേ അല്ലേ? സന്ധ്യക്കാണ് ഈ സാധനം ഇടാറ് കേട്ടോ, അല്ലാതെ ഇതിങ്ങനെ ഇടാറില്ല. എൻ്റെ അമ്മയെ നോക്കിയേ, മരം നിൽക്കുന്ന നോക്കിയേ. മരമാണോ തെങ്ങാണോ? തെങ്ങിൻ്റെ മണ്ടേ അതാ. ഞാനിപ്പോൾ അത്തേ പിടിച്ചൊന്നും ഇങ്ങനെ വലിച്ചില്ല, അപ്പോൾ ഇതിൻ്റെ ഗതി മാറിപ്പോയി കേട്ടോ. ഇനിയിപ്പം വളയ്ക്കണം. നമ്മൾ കുറുകെ ഇങ്ങനെയല്ലേ ഇടുന്നേ, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചോടിക്കുമോ? അയ്യോ പണി പാളി. അയ്യോ അതത്തെ കുടിക്കും പാപ്പ. അത് വലിയുന്നു വരുന്നുണ്ടോ? ഇവിടുന്നാണ് വല ഇട്ടത്. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വന്നു. നിങ്ങൾ എന്നാ കാണിക്കുന്നത്? എന്നിട്ട് എടാ പൊട്ട അങ്ങോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാ പോവുക. അതേ പോന്നു. എടാ ആഞ്ഞു തൊഴയടാ ലിബിനെ, വള്ളം ഇങ്ങോട്ട് വരണം, ആഞ്ഞു തൊഴാ. ഇവിടെ നിന്നെ സമ്മതിച്ചു കേട്ടോ ഞാൻ. നീ അവിടെ നിന്ന് ആഞ്ഞു തുഴയ്ക്ക് ലിബി, ആഞ്ഞു തൊഴാ. വാടാ മോനെ, വാടാ. എടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ആഞ്ഞു തൊഴയടാ. അയ്യോ അവൻ്റെ കയ്യിലേ മറ്റേ ഇതിട്ടാക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു കേസ് നിങ്ങൾ പറയാൻ പറഞ്ഞു. നമ്മുടെ പാർക്കിംഗ് എന്ന് വെച്ചാൽ ഇവിടെ കേട്ടോ, ഇവിടെ വരെ വണ്ടികൾ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ആ വീടൊക്കെ ഇരിക്കുന്ന ഇതുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അങ്ങോട്ട് നമുക്ക് ബൈക്കേ പോവുള്ളൂ കേട്ടോ. നോക്കൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വലയിട്ട് കെട്ടും, അതിനുശേഷം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അടച്ച് ഇങ്ങനെ എന്നാ പറയുക, വലയിട്ട് പൂട്ടുക എന്ന് പറയും. അതായത് ഏകദേശം പൂട്ടായി. ഇതാ അങ്ങനെ ഈ മീനിന്റെ അകത്ത് കേറുമ്പോ ഇതിന്റെ അകത്ത് എത്രത്തോളം വലിയ മീൻ കേറുന്നു അത്രത്തോളം പിടിക്കും. ചെറിയ മീനെല്ലാം ഉരുക്കും. അറിയത്തില്ല കേട്ടോ എങ്ങനെയാവുന്നുള്ളത്. മീൻ കിട്ടി ഒന്നെങ്കിലും കിട്ടില്ല പാപ്പ ഒരെണ്ണെങ്കിലും കിട്ടത്തില്ലേ? അങ്ങനെ ആഗ്രഹം കിട്ടില്ല. നിങ്ങൾ ആരും ഒന്നും പറയല്ലേ. അതെ ഇനിയും വീശുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ.
അല്ലേ അതിലൊന്നൊക്കെ അടിക്കൂടോ. വലയിട്ട് കഴിഞ്ഞു, ഇനിയിപ്പം ഈ കാണുന്ന ഇതുകൊണ്ട് അടിക്കും. ഇതാണ് പരിപാടി. കണ്ട, ഇങ്ങനെ അടിക്കാൻ നേരത്ത് മീൻ ഓടും. അങ്ങനെ ഓടാൻ നേരത്ത് ഈ വലയിൽ കുടുങ്ങും. ഇത് കണ്ടോ, അടിക്കുന്നുണ്ടോ? ലിവിനെ നീ കണ്ടോടാ? ആ ഇത് കണ്ടോ ഗൈസ്, പണ്ട് ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് ഇതുപോലത്തെ വള്ളത്തിൽ തുഴയുമായിരുന്നു. ഇപ്പോഴോ, ഇപ്പം എല്ലാവർക്കും സ്കൂട്ടറും ബൈക്കും ഒക്കെ ആയി, കായലൊക്കെ ഇപ്പം ഇങ്ങനെ ആയി കേട്ടോ. ഓ, എൻ്റെ ഒരു ഊഹം ശരിയാണ്, ഇതൊക്കെ ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറും. 100% ഉറപ്പാട്ടോ. വള്ളത്തിൽ നിന്ന് ഇറങ്ങി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയാലേ നിങ്ങളെ കറക്റ്റ് ഈ സംഭവം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. എങ്ങനെയാണ് മീൻപിടുത്തം എന്നുള്ളത്. ഇത് തനതായ രീതിയിലുള്ള മീൻപിടുത്തമാണ് കാണുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ അടിക്കും, കണ്ടാ, ഇതേപോലെ ഇങ്ങനെ അടിക്കും. ചോദിക്കുന്നു, ഞാൻ കൊടുക്കുക. അപ്പനാദ്യം കയറി വന്നിട്ട് ഇവനെ പിടിക്കും. എടാ പൊട്ടാ, നീ കാലത്തെ ഇതിൻ്റെ ഉള്ളിൽ ചവിട്ടെ. എടാ അതിൻ്റെ ഉള്ളിൽ ചവിട്ടറാ, ഒരു കല്ലിൻ്റെ ഇടയിൽ ചവിട്ടറാ. പിടിച്ചോ, എന്നിട്ട് ഇവിടെ കൈവെക്ക്. സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് പിടിക്കുക. വാ, അങ്ങനെ കയറ്, അങ്ങനെ കയറ്. കണ്ട, ഇനിയിപ്പം നിന്നെ ആരുടെ ആവശ്യമുണ്ടോ? ചെരുപ്പ് പോയി. ചെരുപ്പ് അപ്പനെടുത്ത് കൊടുക്കുക. അപ്പനോട് പോവാ. ആണോ, അപ്പം കയറുന്നില്ല. അപ്പം മീൻ പിടിക്കുന്നുണ്ടോ? ഗൈസ്, ഇതേ മീൻ പിടിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ നിങ്ങൾ? ഇതേപോലെ വള്ളം തുഴഞ്ഞുഴഞ്ഞു കൊണ്ടിട്ട് ഇതേപോലെ അടിക്കും. എനിക്ക് വന്നാൽ ബോട്ടിൻ്റെ അടുത്ത് പോവല്ലേ, ബോട്ടിൻ്റെ അടുത്ത് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ, വല പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല സൂപ്പർ കിട്ടുവാണ്, കിളിക്കുഞ്ഞ സാധനത്തിന് കിട്ടും. അതെ, ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കിയേ. എന്ത് രസമാണ് കഴിച്ച, ഒരു പ്രത്യേക മനസ്സിനൊരു സന്തോഷമായിട്ട് ഇവിടെ വരാൻ നേരത്തെ ഒരു എന്താ പറയാ, വിഷമങ്ങളൊക്കെ മാറി ഒരു ഫ്രീ ഓഫ് മൈൻഡായി മാറും. അല്ലേടാ ലിവിനെ? പീസ്ഫുൾ ഒരു എന്താ പറയാ, നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ വന്നിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസിലൊന്നും പോയി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കിട്ടത്തില്ല. ഈ പ്രകൃതിയുടെ നാച്ചുറാലിറ്റി ആൻഡ് ഇൻട്രോൾസ്മെന്റ് സുനാസിപ്പിക്കുക, അങ്ങനത്തെ ഒരു സംഭവം. ഇത് മോട്ടോർ വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കുരിഞ്ഞു നോക്കിയത് അതിനാ. ദേ മോട്ടോർ വരാം ഇതിൻ്റെ അകത്ത് നിന്ന്. ഇതാ മോട്ടർ, ഇത് സർക്കാരിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മോട്ടോർ വരാം, ഇത് കറക്കും. ഈ പ്രൊപ്പല്ലർ കറക്കിയിട്ട് ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് തള്ളും. സോറി, ഇത് യൂറോപ്യൻസ് ഒന്നും കിട്ടി കഴിഞ്ഞാൽ ഇത് വിടൂല. അവർ നാച്ചാറ്റി എന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസമാണ് ഇത്. ഇത് പാപ്പനെന്തേ എന്തിനാ പാപ്പ അങ്ങനെ അടിക്കുന്നേ? ഓ, മീനോട് ഇത്ര ഉള്ള സംഭവം. മീനോടല്ല, വന്ന് വലേൻ്റെ അകത്ത് കയറൂ. കഴിഞ്ഞു. കണ്ടോ, ഇതിങ്ങനെ അടിച്ച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 ടി
എന്നാ അപ്പേ കൊട്ടുന്നത്? കമ്പാണോ അപ്പേ? ഓ ഇതിന്റെ അകത്ത് ഞങ്ങൾ കാര്യം പിടിച്ചത്. എന്തായാലും വേറെ കാര്യം അവിടെ ഒരു ചേട്ടൻ ഇപ്പം മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എല്ലാ മീനെ ഞങ്ങൾ ഓടിച്ചു കഴിഞ്ഞു. ഞാൻ ചേട്ടൻ അവിടെ കിട്ടൂല. വൈകുന്നേരം കഴിഞ്ഞാൽ അവിടെ കുറച്ചും ചൂണ്ടക്കാരാ കേട്ടോ. എല്ലാവരും ചൂണ്ടയായിട്ട് ഇറങ്ങുന്നുണ്ട്. കിട്ടുവാണെ കിട്ടിയല്ലോ. 4 മണിക്ക് ഇഷ്ടം പോലെ ഇതിനെ കിട്ടും. എന്തിനാണെന്നറിയാം? പിന്നെ കൊഴുവയുടെ ബഹളം അതിൻ്റെ അകത്ത്. 4 മണിക്കാകുമ്പോൾ മാച്ച അടിച്ചു. വിഷമിക്കണ്ട. എന്നെ എന്തിനാ കാണിക്കുന്ന? വെറുതെ മേടിക്കാനല്ലേ? നിന്റെ മോൻ എല്ലാം കളഞ്ഞു. എന്റെ കണ്ണാടി കളഞ്ഞു. ആ മേടിച്ചു വന്നു എല്ലാം കളഞ്ഞു. പിന്നെ അപ്പം മേടിച്ചു വന്നു മോൻ കളഞ്ഞു. കണ്ണാടി 7000-ന്റെ കളഞ്ഞു. പാച്ചും കളഞ്ഞു. ഇനി എന്നെ ഞാൻ കിട്ടും. എല്ലാം അപ്പം കൊച്ചിനടുത്ത് കൊണ്ട് കൊടുക്കുമല്ലേ കളയാൻ വേണ്ടി മാത്രമായിട്ട്, പുതിയത് കിട്ടാൻ വേണ്ടി. ശരിയല്ലടാ? പിന്നെ പോലെ നശീകരണം പിടിച്ചതാ അത്. ഇതിനെ വേറെ കാര്യം ചോദിക്കട്ടെ? ഈ പണ്ട് കാലത്തെ കൈ തൊട്ട് വന്ദിക്ക. പണ്ട് കാലത്തെ ഈ മുളേന്റെ അകത്തല്ലായിരുന്നു മറ്റേ മീനൊക്കെ പിടിച്ചോണ്ടിരുന്നത്. ഇതാണോ നീ പറയുന്നത്? ഇപ്പൊ മൊത്തം റെയിലായടാ. ഇപ്പൊ മൊത്തം റെയിലായത് നോക്കി. ഇപ്പം മോഡേൺ ടെക്നോളജിയിലെല്ലാം റെയിലാട്ടോ. വലിക്കാറായോ പാപ്പ? ഇല്ലല്ലോ. വലിക്കുവാണോ? വലിച്ചു കഴിയുമ്പോൾ അറിയാട്ടോ എന്തെങ്കിലും കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഇപ്പം ഏകദേശം വലിക്കും. വൈകുന്നേരം ആകുമ്പോഴല്ലോ ഈ സൂര്യൻ അവിടെ ഇപ്പോൾ ഒരു അസ്തമയുണ്ട്. അപ്പം ഞാനൊരു ഡ്രോൺ വിടും. അപ്പോൾ നിങ്ങൾ അറിയും ഈ സ്ഥലത്തിന്റെ ഭംഗി എന്നാന്നുള്ളത്. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ സ്ഥലം എന്നാന്നുള്ളത്. പിന്നെ വൈകുന്നേരം അടിപൊളി ചെമ്മാനം ഉണ്ട് അവിടെ. വൈകുന്നേരം ആകുമ്പോൾ ഞാനൊരു വിടൽ വിടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കും ഈ സ്ഥലം എന്നാന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇതുവരെ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. ഇത് മറ്റേ പിന്നെ ക്രിസ്മസ് ബമ്പറും ഓണം ബമ്പറും എടുത്തിട്ട് നിൽക്കുന്ന പോലെ. അതിന്റെ നറുക്കെടുപ്പായില്ലല്ലോ. ഇല്ല ഒരെണ്ണം എടുക്കണം കേട്ടോ, മറക്കല്ലേ. ഇവിടുന്ന് തന്നെ എടുത്തിട്ട് പോയേക്കാം. എന്റെ പ്രതീക്ഷ ഒരു മീനെ കിട്ടുമെന്നുള്ള. ഒരു മീനെ പോലും ഇത്രയും നേരമായിട്ടും വല വലിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ. ഒരു ചെമ്മീൻ കിട്ടി. ഇപ്പൊ എന്തിനാ അടിച്ചോ പാപ്പാ? ഒന്നുമില്ല. അതൊക്കെ മറ്റേ ഇതാടാ, മറ്റേ എന്നാ പറയുന്ന കരികില. അവിടെ നമ്മള് മീൻ കണ്ടില്ലേ? അവിടെ പോയിട്ട് നമുക്ക് ചൂണ്ടയും കൊണ്ട് ഇരിക്കാം. നേരത്തെ കണ്ടെടുത്താ അതേ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നത്. അപ്പാ എനിക്ക് തോന്നുന്നു അപ്പന് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്.
ആ പാപ്പന് കിട്ടി, മടല് കിട്ടി ഗൈസ്. മടലല്ല വേറെ ഒന്നുമില്ല കേട്ടോ. ഒന്നും കിട്ടായിരിക്കും ഇവിടെ. ടൈമിങ്ങിലാണ് ഈ സമയത്ത് കിട്ടൂല, ചൂടല്ലേ. വൈകുന്നേരം ഇടണം. വൈകുന്നേരം പപ്പേ ആ ഗോൾഡൻ ടൈമിൽ ഇടണം പപ്പേ. ഒന്നും ഒരു രസമായിരിക്കും എന്നറിയാമോ. അമ്മേ ആ മൈക്കിൾ നടന്നു, മമ്മി പുറകെ നടക്കുക. എങ്ങോട്ടാ ഉദ്ദേശം? അവൻ കാരണം കൊക്കു വരെ അവിടെ മാറിപ്പോയി. ആ പോകുന്ന പോക്കിനുണ്ടല്ലോ ഓടുവാണോ അമ്മേ? പിണങ്ങിയിട്ട് പോകുന്നതാണോ? കൈസ് മൈക്കിൾ ഇതേ പോകുന്നു. അമ്മ അവിടെ ചെല്ലുമ്പോ വീതി കുറയുവേ. അമ്മി തിരിച്ചു വെച്ചോ. ദേ പോകുന്നു. ഇതരമായി സ്ഥാനാർത്ഥികൾ പോകുന്ന പോലെയാണല്ലോ. നോട്ടൊന്നും ഇല്ല, നേരെ പോവേക്കോളെ. ദേ പോകുന്നു, പോയി. ഇട്ട വല ഇതേപോലെ നമ്മൾ വലിച്ചെടുക്കും കേട്ടോ. ഇതുവരെ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. എന്തെങ്കിലും കിട്ടിയോ പാപ്പാ? ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇനി അവസാനം വലിച്ച് ചെല്ലുമ്പോൾ എനിക്കൊന്ന് വൈകുന്നേരം ഇട്ടാലേ കിട്ടത്തുള്ളൂ. എനിക്ക് ഏകദേശം അങ്ങനെ തോന്നുന്നു കേട്ടോ. അമ്മ മൈക്കിളാ ഏകദേശം വല വലിച്ച് തീരാറായി ഗൈസ്. ഒന്നുമില്ല ഗൈസ്. വാട്ട് ഈസ് ഡു മാൻ? അവിടെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ ഇട്ടാലേ നടക്കൂല കേട്ടോ. മര്യാദയ്ക്ക് പാപ്പൻ ചോദിച്ചാ രാവിലെ ഇടണമായിരുന്നു. രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ ഇച്ചിരി ഇതായിപ്പോയി. കാരണം ഇന്നലെ നല്ല രസമായിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടി ആയിരുന്നു ഉറങ്ങാൻ വേണ്ടി. എവിടുന്ന്? ഇത് കഴിഞ്ഞ് വീശുവല ഇടാൻ വേണ്ടി പോവാം. അതായിരിക്കും നടക്കുന്ന കേസ്, അല്ലാതെ നടക്കൂല കേട്ടോ. ഈ വലയ്ക്കൊക്കെ നല്ല പൈസയുള്ള. പാപ്പ ഈ വലയ്ക്ക് എത്ര രൂപയുണ്ട് പാപ്പ? വലയ്ക്ക് എത്ര രൂപയുണ്ട്? കിലോയ്ക്ക് എന്നാ വില? 800 രൂപ. 1 കിലോ വലയ്ക്ക് 800 രൂപ. ഇത് എത്ര കിലോ ഉണ്ട്? 1600. 8 16, 2 കിലോ വേണം പോലും. ഈ ചെറുക്കൻ മമ്മീനെ ഇഷ എണ്ണ വഴിപ്പിക്കും കേട്ടോ. ഇതാണോ പാടത്ത് കൂലിയും വരുമ്പത്തെ? അതാണോ ഇത്? ഇതാ പോകുന്നു. മമ്മി ഓട് മമ്മി. അഭിരാമി. അത് ശരിയാണല്ലോ, അവള് ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് ഓടാൻ പറ്റില്ല. ഇവൻ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഇവൻ. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നതല്ലേ. ഇവൻ ഏതാ സാധനം എന്നറിയാവോ? അവനൊരു ചെറിയ സാധനം കൊടുത്തു കഴിഞ്ഞാണല്ലോ അവൻ ഞങ്ങളെ മറിച്ചു വെക്കും, അറിയാവോ? ഇന്നലെ എന്തോരം പേടിച്ചാന്നറിയാം കിടന്നിറങ്ങിയ. കാരണം ഇവൻ ഞങ്ങളെ ഉറക്കിയിട്ടിട്ട് വെള്ളത്തിന്റെ അങ്ങോട്ട് വരുന്നേ സാധനം അല്ലേ. ആ ചെറിയ പ്രായത്തില് അവനാ ഇവനെ ഒരു പ്രാവശ്യം ഞങ്ങൾ യാത്രയിൽ കൊണ്ടുപോയില്ലേ. ഇവൻ എന്നാ രാത്രി 3 മണിയായപ്പോ എല്ലാരും ഉറക്കിയിട്ടുണ്ടല്ലോ. ഇവൻ പോയി ബസ് സ്റ്റാർട്ട് ചെയ്തില്ല, കീ തിരിച്ചു. ആ അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ കട്ടൗട്ടർ ഓഫ് ആക്കിയിട്ടൊക്കെ. ഏതാണ്ട് 3/4% വലയും വലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു മീൻ പോലും കിട്ടിയില്ല. ഒരു പള്ളത്തെങ്കിലും അടിച്ചോ പാപ്പ? ഒരു സാധനമില്ല. വീശെറിഞ്ഞു നോക്കിയാലോ? കിട്ടത്തില്ലല്ലേ. വൈകുന്നേരം ആണെങ്കിലോ? വൈകുന്നേരം ആണെങ്കിൽ കിട്ടും കേട്ടോ. അടിച്ചു. എന്റെ ദൈവം, ഇത്രയും നേരം വരെ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു. ഒരെണ്ണം അടിച്ചു കേട്ടോ. അത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ഒരു സിലോപ്പിനെ കിട്ടി. അതെങ്ങനെയാ മനസ്സിലായേ? ഒരെണ്ണം 2-3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇതിനേക്കാളും മീനുണ്ട് ഇതിന്റെ അകത്ത്. സത്യം പറഞ്ഞാ ഈ മീൻ തിന്നാൻ വേണ്ടി തീറ്റിക്കൊണ്ട് ഇതിന്റെ അകത്തോട്ട് ഉണ്ടാവും. അല്ല കയറാൻ പറ്റത്തില്ലടാ, അവിടെ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അതിന്റെ അകത്ത് മീൻ ഉണ്ടാവും. കഴിഞ്ഞു കേട്ടോ. ഒരെണ്ണം കിട്ടി ആകെ. ഭാഗ്യം, മാനം പോയില്ല. സിലോപ്പി കിട്ടി. സിലോപ്പി അല്ല, സിലോപ്പി ആണോ അതോ മറ്റേ ഇതാണോ പാപ്പ? കരിമീനാണോ? സിലോപ്പി. ഓ സിലോപ്പി കേട്ടോ. ഒരേ ഒരു സിലോപ്പിനെ കിട്ടി, വേറെ ഒന്നിനെ കിട്ടി. സിലോപ്പിയാ. പോകുന്നു വീണ്ടും. ഇത് കഴിഞ്ഞില്ലേ? ഇതുവരെ കഴിഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കാം. മമ്മിക്ക് നല്ല എക്സസൈസ് ഇച്ചിരി എടുക്കും. നല്ല മമ്മി ഇച്ചിരി നന്നായിട്ട് നടന്നോട്ടെ. മമ്മിക്ക് ഇച്ചിരി എക്സസൈസ് കിട്ടും. മമ്മി എക്സസൈസ് ആയില്ലേ? ഇത് തിരിച്ച് വീണ്ടും പോകുന്നു. ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ? ഇതേ പോകുന്നു. ചൂണ്ടിട്ടിട്ട് കാര്യമില്ല, വൈകുന്നേരം ഇട്ട കാര്യം. ഏത് നേരത്തെ മീനുണ്ടായിരുന്നു എടുത്തോ? വന്നല്ലേ എന്നപ്പാ? വാളവലക്കാർ വന്നു.
അപ്പോൾ അതാ മീൻ കുറവ്. അവർ മൊത്തം പിടിച്ചു കാണുമോ? മൊത്തം പിടിക്കുന്നതല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനി 3-4 ദിവസത്തിന് അടുക്കുകയല്ല അല്ലേ? ഓ അങ്ങനെയാ. ഈ സിലോപ്പിനെ നമ്മൾ എന്ത് ചെയ്യും? വറക്കാം. സിലോപ്പി വറുത്ത സുഖം ഉണ്ടാവില്ല. പള്ളത്തി കിട്ടണം. വെള്ളത്തിൽ വീശണം. വീശുമല്ല, പള്ളത്തി കണ്ടത്തിൽ നിന്ന് ഇറക്കണം. ഞാൻ വേണമല്ലേ നിങ്ങളെ കാണിച്ചു തരട്ടെ എങ്ങനെ അത് വെക്കുന്നത് ഇന്ന് രാത്രിയിൽ. എന്നെ വെക്കുന്നത് പള്ളത്തിനെ പിടിക്കുന്ന മറ്റേ സാധനം കുട്ട. ഇങ്ങനെ താഴെ പോയല്ലേ, നടുക്ക് ചവിട്ട്. വള്ളത്തിന് നടുക്ക് ചവിട്ടാ. കണ്ട കണ്ട കണ്ട. ഇനി ഞാനും അപ്പനാ പാടുപെടുന്നു. നീ അവിടെ ഇരുന്നു. ലാൻഡ് ചെയ്തിരിക്കുന്നു. ഈ ബോട്ടാ നല്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവാം കേട്ടോ. പിന്നെ ഈ മീനെ കൊല്ലൂല. ഞങ്ങൾ വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എന്നാ തീരുമാനമാക്കിയോ? സെന്റർ ഇരിക്കവനെ ഇടിക്കില്ല കേട്ടോ, കൂട്ടിയിടിക്കില്ല കേട്ടോ. ആ ആ ആ പാപ്പ മറ്റേ ഇതുണ്ടോ പാപ്പ? ചൂണ്ടയുണ്ടോ? ഇല്ല. വീശുവല ചൂണ്ട ഉണ്ടായിരുന്നു വെറുതെ അവിടെ പോയി. അല്ല വെറും ചൂണ്ട മാത്രമില്ല, മറ്റേ സാധനം വേണ്ട, വെറും ചൂണ്ടെന്ന് പോലും. അവിടെ മീൻ കണ്ട അവിടെ പോയി നിൽക്കായിരുന്നു. ആ മീനെ കണ്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കായിരുന്നല്ലോ. നീ അറിയണം നിന്റെ കെട്ടിയത് അധ്വാനിയായിരുന്നു. നിന്റെ കെട്ടിയത് വണ്ടി ഓടിക്കും, പഞ്ച് തുഴയും, ഇങ്ങനെയുള്ള എല്ലാ. അമ്മായിപ്പനെ പോലല്ല അമ്മായിപ്പം മാത്രം കേട്ടോ. അമ്മായിപ്പനെ പോലല്ല. എന്നോട് ചോദിക്കാ തുഴ അറിയാവോ? വള്ളത്തെ പിടിച്ച് ഒരു കുലുക്ക് കുലുക്ക്. എന്റെ അഭിപ്രായത്തിലേ കൊച്ചിനെ കയറ്റണ്ട. അബ്രാമി വലിയ മീനെ കിട്ടിയടി. മീനെ കിട്ടി, കറി വെക്കാനുള്ള സാധനം കിട്ടി. ആ സത്യമായിട്ടും കിട്ടി, ജീവനുണ്ട് മീന്. സിലാപ്പിനെ കിട്ടിയിട്ട് സിലാപ്പി കിട്ടി. ആ എന്നെ കയറ്റണ്ടേ, കൊച്ചിനെ കയറ്റണ്ടേ? അവന്റെ ആഗ്രഹമല്ലേ പപ്പേ? അത് അപ്പുറത്തെ അമോൻസിന്റെ വെള്ളത്തൊക്കെ ഇവിടെ ഇതൊക്കെ നിങ്ങൾ വെള്ളം മാറ്റേ. ഇവിടെ തട്ടുന്നു. പുറം നോക്കണേ, പുറം നോക്കണം. സ്കൂട്ടി അടിച്ചു. അങ്ങോട്ട് വെക്കാം, അവിടെയാണ് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതല്ലായിരുന്നോ തൊഴില്? ഒന്നും കിട്ടിയില്ലേടി. സിലോപ്പി എന്തിയെ സിലോപ്പി അതാടി. നീ ഒന്ന് മൈക്കിളിൽ പിടിക്കടാ പിന്നെ. ഇല്ല കൊണ്ടോ ഒന്ന് കറങ്ങിട്ട് വാ. മമ്മി ഇത് എങ്ങോട്ട് ടൂർ പോവല്ലേ? കൊച്ചിനെ അതിനകത്ത് കറക്കാൻ കൊണ്ടുപോവാ. വെക്കുന്നാലേ എല്ലാം നടക്കണം. ഇപ്പോഴും വയസ്സ് 80 ഉണ്ട്. അതെ ശ്രദ്ധിച്ചു പോ. എന്തായാലും മൂത്താളെല്ലാം കിട്ടുള്ളൂ. പോട്ടെ മൈക്കിളെ. ഓ മമ്മിക്ക് ഓ ഓ ഓ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിന്റെയാ. വേണ്ട മമ്മി, വേണ്ടെന്നേ. ചുരിദാർ പോകും. വേണ്ട പാപ്പ, വേണ്ട പാപ്പ. തന്റെ അവിടെ കിടന്ന് ഗുസ്തിയാ. പോട്ടെ വേണ്ട. ആ നിൽക്കാൻ പിന്നെ മമ്മി മറ്റേ ക്യാപ്റ്റൻ അല്ല, മറ്റേ ഇതിന്റെ വള്ളംകളിയുടെ. അമ്മ ആലോചിക്കാതെ കൊച്ചിനെ കൊണ്ടുപോകണം. അമ്മ പോകുന്നുണ്ടോ ഇല്ലയോ? ആ അപ്പം വേണ്ട അമ്മ പോട്ടെ. അവിടെ കേട്ടോ ചുരിദാർ നനയെങ്കിൽ പോട്ടെ. പോട്ടെ പാപ്പ. അതെ മൈക്കിളിന്റെ മുഖത്തെ ചിരി നോക്കിയേ. മൈക്കിളെ ടാറ്റാ. ഓ മൈക്കിളെ ടാറ്റാ.
ഇതേ പോകുന്നു. അതിനൊരു കൂസലും ഇല്ല കേട്ടോ. നമുക്കെല്ലാവർക്കും പേടിയാ, പക്ഷെ ഇതിനൊരു കൂസലും ഇല്ല, ഒരു പേടിയില്ല, ഒരു സാധനവും. ആശ നല്ല സന്തോഷമായിട്ട് ഇത് പോവുക. ഡാ ടാറ്റാ ടാറ്റാ. കണ്ടോ ടാറ്റയൊക്കെ തരും. എടാ മര്യാദയ്ക്ക് പിടിക്കണേടാ പിന്നെ. ആ അലക്കാൻ സമ്മതിച്ചാക്കല്ലേ. ഞാൻ സാധനം തരാം. ഇനിയിപ്പോൾ ഒരു വിഷയം ഞാൻ പറയട്ടെ. അത്തേന്ന് കയറാൻ നേരത്തായിരിക്കും കിടന്ന് കരയാൻ തുടങ്ങുന്നത്. പാപ്പാ അതിലെ കറക്കി ഇങ്ങനെ ഉണ്ടോ? ആ ആ ആ ആ ആ ആ ഉള്ളിലെ പരിപാടി തുടങ്ങി. ആ പരിപാടി ഗുസ്തി തുടങ്ങി. ആശം ഗുസ്തി തുടങ്ങി. കണ്ടോ വെള്ളത്തിലൊക്കെ കൈയിട്ട് ഏകദേശമുള്ള ഗുസ്തിയൊക്കെ തുടങ്ങി കേട്ടോ. അടിപൊളി. ഇവന് ഒരു സായന്ത്രം പോലെ അവന് കൊടുത്താക്കല്ലേ. ആ അവനൊരു സായന്ത്രം കൊടുത്താക്കല്ലേ കേട്ടോ. അതെ. മമ്മി എന്തിയെ? മമ്മിക്ക് കരിക്ക് കിട്ടിയോ? അമ്മി കരിക്ക് കിട്ടിയോ? പപ്പ നമുക്ക് കരിക്കില്ലേ? അപ്പൊ നീ അങ്ങോട്ട് നോക്കിയാൽ എടി വൈകുന്നേരം ഉണ്ടല്ലോ ഇവിടെ ഒരു സൂര്യൻ ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. എൻ്റെ ദൈവമേ, ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, കിളി വാറിപ്പോയി. എന്നാണ് ഒരു 5 മിനിറ്റ് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചെടുക്കും കേട്ടോ. കണ്ടോ വെള്ളമൊക്കെ തുഴയുക. എന്താ സന്തോഷം നോക്കി. അപ്പുറം ഒക്കെ തുഴച്ചില്ല. ആ വാ വാ വാ. ഇനിയാണ് സർക്കസ് നടക്കാൻ പോകുന്നത്. പപ്പ വന്ന്. ആ സ്വഭാവമൊക്കെ ഏകദേശം മാറി തുടങ്ങി കേട്ടോ. ഗൈസ് നോക്കൂ, ഏകദേശം മൈക്കിളിന്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി ഏകദേശം. ആ ആ ആ ആ പിടി. ആ പിന്നെ നീ പോണ്ടേ, ശ്രദ്ധിക്കണേ. അമ്പോ ഗുഡ് ബോയ്. ഇത്ര നേരം വരെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ മീൻ ഈ കാണുന്ന പിലോപ്പി. വേറൊരു മീനെ ഞങ്ങൾക്ക് കിട്ടില്ല. ലിവിനെ പേടിച്ച് പിടിക്കുക, ടൈറ്റാക്കി പിടിക്കുക. ലിവിനെ ടൈറ്റാക്കി ചെള്ള കയറി പിടിക്കുക. അങ്ങനെ അത് തന്നെ കൊണ്ട് ബേക്ക് കൊണ്ട് കൊടുത്തരെ. ഇവനുള്ളിൽ ധൈര്യം ഇല്ലെങ്കിലും പുറത്തത് കാണിച്ചു കിടക്കുക. ഇവനത് കാണിക്കട്ടോ. മൈക്കിൾ ഓടുന്ന നോക്കിയാൽ ചിരിച്ചോണ്ട്. നമുക്ക് മീൻ കിട്ടി. മൈക്കിൾ അത് കയ്യിൽ നിന്ന് പോയി. കണ്ടാ നീ കൈക്ക് ബലം കൊടുക്കാത്തോണ്ടാ ലിവിനെ. നീ കൈക്ക് ബലം കൊടുക്കാത്തോണ്ടാ, അല്ലെങ്കിലും അങ്ങനെ വരത്തില്ല. എന്താ ഫ്രെയിം എന്ന് നോക്കിയേ. ഓ മൈ ഗോഡ്. എടാ നീ നിന്റെ ഇവിടെ മാത്രം ആക്കല്ലേ ലിവിനെ. ഇന്നിട്ട ടീഷർട്ടാ. ഓ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയാ. നമുക്ക് ഇവിടെ ജീവ പിടിക്കണം. വെള്ളം ഒഴിക്കുക, കഴുകുക.